ജനതാദൾ എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചടങ്ങിനായി കൃഷ്ണൻകുട്ടി എത്തിച്ചേർന്നു. പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം മാത്യു ടി തോമസ് രാജിവെച്ചതോടെയാണ് കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, സത്യപ്രതിജ്ഞാ ചടങ്ങ് എപ്പോഴാണ് ആരംഭിക്കുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേഷ്മ 4:50 സത്യപ്രതിജ്ഞ ചടങ്ങ് 4:55 സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ നിയുക്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 4:55 ഗവർണർ എത്തുക. തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കും. ചീഫ് സെക്രട്ടറി നിയുക്ത മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയും വേദിയിൽ എത്തിച്ചേരും. തുടർന്ന് ദേശീയഗാനം ആലപിക്കും. തുടർന്നായിരിക്കും ഗവർണർ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുക. ഏതാണ്ട് 5 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. അതിനുശേഷം ഗവർണർ നിയുക്ത മന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റു പ്രമുഖർക്കും ചായ സൽക്കാരവും രാജ്ഭവനിൽ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തിച്ചേരും. ഇപ്പോൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാരായ ഇ പി ജയരാജൻ, AC മൊയ്തീൻ, KT ജലീൽ, സുനിൽകുമാർ തുടങ്ങി KK ശൈലജ തുടങ്ങിയ മന്ത്രിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MLA മാരും സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളും സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 4:55 സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുക. ഏതാണ്ട് 5:05 പരമാവധി 10 മിനിറ്റ് മാത്രമായിരിക്കും ഈ ചടങ്ങ് നീണ്ടു നിൽക്കുക. മാത്യു ടി തോമസ്, ജലവിഭവ മന്ത്രിയായ മാത്യു ടി തോമസ് ഒഴിവായ സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ നേരത്തെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നത്. ജലവിഭവ വകുപ്പ് തന്നെയാണ് അദ്ദേഹവും കൈകാര്യം ചെയ്യുക. നിയമസഭയിൽ അടുത്ത ദിവസങ്ങളിൽ ജലവിഭവ വകുപ്പുമായുള്ള ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അതിനെല്ലാം മറുപടി നൽകുക അദ്ദേഹം തന്നെയായിരിക്കും. 4 തവണയാണ് കെ കൃഷ്ണൻകുട്ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 1980 അദ്ദേഹം ആദ്യമായി ചിറ്റൂരിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയത്. പിന്നീട് 1982 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 നിലവിലെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ 5000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം 91 മൂന്നാമതും നിയമസഭയിൽ എത്തിയത്. പിന്നീട് 2016 7000 വോട്ടുകൾക്ക് കെ അച്യുതനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. ഇതിനിടയിൽ അദ്ദേഹം 3 തവണ കെ അച്യുതനോട് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 3 തവണ മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 4ാം തവണയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിയമസഭയിലേക്ക് എത്തിയ അവസരത്തിലാണ് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം തേടിയെത്തിയത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. മികച്ച കർഷകൻ കൂടിയാണ് കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ജില്ലയിലെ തന്നെ മികച്ച കർഷകനാണ് അദ്ദേഹം. പരമ്പരാഗത കാർഷിക രീതിയെയും അതോടൊപ്പം തന്നെ ആധുനിക കാർഷിക രീതിയെയും സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള കൃഷി രീതി അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. അത് കർഷകരിലേക്ക് എത്തിക്കുന്നതിനും അദ്ദേഹം വലിയ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം MP വീരേന്ദ്രകുമാർ എക്കാലവും LDF-നോടൊപ്പമായിരുന്നു അത് തുടർപ്പിച്ചു നിന്നിരുന്നത്. എന്നാൽ MP വീരേന്ദ്രകുമാർ LDF വിട്ട് UDF-ലേക്ക് ചേക്കേറിയപ്പോൾ അദ്ദേഹം UDF-ന്റെ ഭാഗമായി തീർന്നു. എന്നാൽ പിന്നീട് അതിനുശേഷം അദ്ദേഹം LDF-ലേക്ക് തിരികെ എത്തുകയും ജനതാദൾ എസിന്റെ സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്തു. നിലവിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാണ്. നിലവിൽ ഇതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചക്ക് അപ്പുറം അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഒഴിവാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ ആളെ തെരഞ്ഞെടുക്കും. എന്തായാലും അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഇവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരും. ഗവർണർ എത്തിയാലുടൻ ദേശീയഗാനം ചീഫ് സെക്രട്ടറി നിയുക്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കും. അതോടൊപ്പം തന്നെ ദേശീയഗാനാലാപനത്തോടെയായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തുടങ്ങുക. ഏതാണ്ട് 45 മിനിറ്റ് ആണ് ദൈർഘ്യമുള്ള ചടങ്ങാണ് നടക്കുക. അതിനുശേഷം ദേശീയഗാനാലാപനത്തോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവസാനിക്കും. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം മന്ത്രിമാർക്കും ഒപ്പം നിയുക്ത മന്ത്രിക്കും മന്ത്രിമാർക്കും ചായ സൽക്കാരവും ഗവർണർ ഒരുക്കിയിട്ടുണ്ട്.
മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രമുഖർ ഇവിടെ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. രേഷ്മ, അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ദിനകർ, UDF സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നല്ലോ. തീർച്ചയായും രേഷ്മ, UDF സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. UDF-ൽ നിന്നും ആരും നിലവിൽ ഇവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടില്ല. ഇന്ന് രാവിലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ അവർ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സർക്കാരിന്റെ നിലപാടിൽ അവർ പ്രതിഷേധത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഏതാനും മിനിറ്റുകൾക്കകം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. മാത്യു ടി തോമസ് ഒഴിവായ സാഹചര്യത്തിലാണ് അദ്ദേഹം കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ പാർട്ടികളിൽ ഉടലെടുത്തിരുന്നു. എന്നാൽ ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് മാത്യു ടി തോമസ് മാറുകയും അതിനുശേഷം കൃഷ്ണൻകുട്ടി ചുമതലയേൽക്കുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം 2.5 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം മാറണം, മാത്യു ടി തോമസ് ഒഴിവാകണം എന്ന് ദേശീയ നേതൃത്വം അല്ലെങ്കിൽ പാർട്ടിയിൽ ധാരണ ഉണ്ടായിരുന്നു എന്നാണ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിനടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ യോഗം ചേരുകയും ഉന്നതതല യോഗത്തിൽ മാത്യു ടി തോമസ് ഒഴിവായി പകരം കൃഷ്ണൻകുട്ടി മന്ത്രിയാകാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 4 തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യമായി 1980-ലാണ് നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 82-ലും 91-ലും പിന്നീട് 2016-ലുമാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനു മുൻപ് 3 തവണ അദ്ദേഹം MLA ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നിരയിലായിരുന്നു കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നത്. 2016-ൽ അദ്ദേഹം വിജയിച്ചത് 7000-ലധികം വോട്ടുകൾക്കാണ് അച്യുതനെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുന്നത്. എന്തായാലും ദീർഘകാല പ്രവർത്തന പാരമ്പര്യമുള്ള 1944-ലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് ഏതാണ്ട് 1965-ൽ അദ്ദേഹം കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് പിന്നീട് അദ്ദേഹം 1969-ൽ പാർട്ടി തുടർന്നതിന് ശേഷം ആണ് ജനതാദളിലേക്ക് പിന്നീട് എത്തിച്ചേർന്നത്. വളരെ പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ സജീവമായി പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് കൃഷ്ണൻകുട്ടി. എന്തായാലും 4ാം തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട്. 1980-ലും 82-ലും 91-ലും 3 തവണ വിജയിച്ചപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നിരയിലായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ 2016-ൽ 7000-ലധികം വോട്ടുകൾക്ക് അച്യുതനെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നു എന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഏതാനും മിനിറ്റുകൾക്കകം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം ഗവർണർ മുഖ്യമന്ത്രി കൂടാതെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ രാജ്ഭവനിൽ എത്തിയിരിക്കുന്ന മറ്റ് പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? രേഷ്മ, മന്ത്രിമാരായ EP ജയരാജൻ, AK ബാലൻ, സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, AC മൊയ്തീൻ, KT ജലീൽ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, സുനിൽ കുമാർ, അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ, അതോടൊപ്പം LDF കൺവീനർ A വിജയരാഘവൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ആനത്തലവട്ടം ആനന്ദൻ, അതോടൊപ്പം മറ്റ് MLA-മാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. അല്പസമയം ഏതാണ്ട് 5 മിനിറ്റോട് 5:05 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രിയും ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഹാളിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ഹാളിലേക്ക് മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. ദേശീയഗാനത്തോടുകൂടിയായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിന് തുടക്കം കുറിക്കുക. പിന്നീട് ഗവർണർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം ദേശീയഗാനത്തോടുകൂടി ചടങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിൽ എത്തിയിരിക്കുന്നു. ചീഫ് സെക്രട്ടറി ടോം ജോസും വേദിയിൽ എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഗവർണറും വേദിയിലേക്ക് എത്തിച്ചേരും. തുടർന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് നിയുക്ത കെ കൃഷ്ണൻകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കും. അതിനുശേഷമായിരിക്കും ഗവർണറുടെ അനുമതിയോടുകൂടി ഗവർണർ അനുമതി നൽകുക. തുടർന്ന് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അനുമതി നൽകും. തുടർന്നായിരിക്കും അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം ദേശീയഗാനത്തോടുകൂടി
ചടങ്ങ് അവസാനിക്കുകയും ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിൽ സന്നിഹിതനായിരിക്കുന്നു. ചീഫ് സെക്രട്ടറി വേദിയിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ചടങ്ങ് ആരംഭിക്കും. നിയുക്തമന്ത്രി കെ കൃഷ്ണൻകുട്ടി വേദിയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ നേതാക്കൾ, മന്ത്രിമാർ, MLA-മാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ മറ്റ് നിരവധി പ്രമുഖർ ഒക്കെയും ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രേഷ്മ, ദിനകർ, ആദ്യമായാണല്ലോ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്? തീർച്ചയായും രേഷ്മ, അദ്ദേഹം 1980 ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ചിറ്റൂരിൽ നിന്നും. പിന്നീട് 82 അദ്ദേഹം വിജയിച്ചു. തുടർന്ന് 91 മൂന്നാമത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത് നിലവിലെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ്. 5000-ഓളം വോട്ടുകൾക്കാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയത്. പിന്നീട് 2016 അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. അത് 7000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ അച്യുതനെ പരാജയപ്പെടുത്തി അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. സ്വാഭാവികമായും മാത്യു ടി തോമസ് ഒഴിവാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാകുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ധാരണ ജനതാദളിൽ ഉണ്ടായിരുന്നു എന്നാണ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ബംഗളൂരുവിൽ നടന്ന ചർച്ചയിൽ മാത്യു ടി തോമസ് മാറാൻ തീരുമാനമെടുത്ത് കൈക്കൊള്ളുകയും തുടർന്ന് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. അതോടൊപ്പം തന്നെ ആദ്യം ഇപ്പോൾ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി എന്നിവർ വേദിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഏതാനും മിനിറ്റുകൾക്കകം ഗവർണർ എത്തിച്ചേരും. തുടർന്ന് ദേശീയഗാനാലാപനത്തോടുകൂടിയായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതിനുശേഷം ദേശീയഗാനത്തോടുകൂടി ഈ ചടങ്ങ് അവസാനിക്കുകയും ചെയ്യും. തുടർന്ന് ഗവർണർ നിയുക്ത മന്ത്രിക്ക് വിരുന്ന് നൽകുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ എത്തി ചുമതല ഏറ്റെടുക്കുക. ഇപ്പോൾ ഗവർണർ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഗവർണർ വേദിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും Sri K. Krishnankutti, Minister Designate, is present to take the oaths of office and secrecy. I request your permission to present. Yes, proceed. Sri K. Krishnankutti, Minister Designate, please. കെ കൃഷ്ണൻകുട്ടി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടന നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ
പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. കെ കൃഷ്ണൻകുട്ടിയായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യും. Sir, the swearing in is now complete. ജനതാദൾ എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം മന്ത്രി മാത്യു ടി തോമസ് രാജിവെച്ചതോടെയായിരുന്നു കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കെ കൃഷ്ണൻകുട്ടി ഇനി മന്ത്രിസഭയിലേക്ക്. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. വിവരങ്ങൾ. രേഷ്മ, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. കെ കൃഷ്ണൻകുട്ടി ജലവിഭവ മന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. അല്പസമയത്തിനകം ഇപ്പോൾ മന്ത്രിമാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവർ അദ്ദേഹത്തെ പൂച്ചെണ്ടുകൾ നൽകുകയാണ്. അതിനുശേഷം ഗവർണർ നൽകുന്ന വിരുന്നും രാജ്ഭവനിൽ നടക്കും. അതിനുശേഷം അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ എത്തി ചുമതല ഏറ്റെടുക്കും. 5 മിനിറ്റ് മാത്രമാണ് ചടങ്ങ് നീണ്ടുവെന്നത്. ദൈവനാമത്തിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. 5 മണിയോട് ഏതാണ്ട് 4:58 ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും വേദിയിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് ചീഫ് സെക്രട്ടറി നിയുക്ത മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. തുടർന്ന് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള അനുമതി നൽകി. തുടർന്ന് അദ്ദേഹം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന മന്ത്രിമാരും അതോടൊപ്പം തന്നെ MLA മാരും ഉൾപ്പെടെയുള്ളവർ സൂചന നൽകി അദ്ദേഹത്തിന് തങ്ങളുടെ അഭിനന്ദനം അറിയിക്കുകയാണ്.
സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ മന്ത്രിമാരായ ഇ.പി. ജയരാജൻ, വി സുധാകരൻ, ഒ.സി. മൊയ്തീൻ, കെ.ടി. ജലീൽ, എൽ.ഡി.എഫ് കൺവീനർ എ. വിജയരാഘവൻ, മുൻ മന്ത്രി മാത്യു ടി തോമസ്, അതോടൊപ്പം തന്നെ ജോസ് പറ്റേൽ, അതോടൊപ്പം കെ ശൈലജ, മന്ത്രിമാരായ കെ ശൈലജ, സുനിൽകുമാർ, അതോടൊപ്പം കെ.ടി. ജലീൽ, ഇ.പി. ജയരാജൻ, എൽ.ഡി.എഫ് കൺവീനർ എ. വിജയരാഘവൻ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം.വി. ജയരാജൻ, ആനത്തലവട്ടം സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ തുടങ്ങി പ്രമുഖർ, അതോടൊപ്പം തന്നെ സി.പി.ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, എം.പി. വീരേന്ദ്രകുമാർ എം.പി തുടങ്ങിയവർ ഈ രീതിയിൽ തിരിഞ്ഞ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരാണ്. ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിരുന്നു. ഇനി അല്പസമയത്തിനകം ഗവർണർ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ഗവർണറുടെ വക സൽക്കാരവും ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് പോയി ചുമതല ഏറ്റെടുക്കും. രേഷ്മ. വ്യക്തമാണ് ദിനകർ. ജനതാദൾ എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് രാജ്ഭവനിൽ നിന്നും കണ്ടത്. 74-കാരനായ കെ കൃഷ്ണൻകുട്ടി നിയമസഭയിലെത്തി 4ാം ഊഴത്തിലാണ് മന്ത്രിയാകുന്നത്. കൃഷ്ണൻകുട്ടി മന്ത്രിയായതോടെ പാലക്കാടിന് ഇത് 2ാം മന്ത്രിയും. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി മികച്ച കർഷകൻ കൂടിയാണ് കെ കൃഷ്ണൻകുട്ടി. പരമ്പരാഗത കൃഷിരീതികൾക്കൊപ്പം നൂതന കൃഷിരീതികളും കർഷകരിൽ എത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിലുള്ള ആളാണ് ഇദ്ദേഹം. 1944 ഓഗസ്റ്റ് 13 വിളയോടി എഴുത്താണിയിലെ കുഞ്ചുകുട്ടി ജാനകി ദമ്പതികളുടെ മകനായി ജനനം. 1960കളിൽ കോൺഗ്രസുകാരനായാണ് കെ കൃഷ്ണൻകുട്ടി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. 1969 പാർട്ടി പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമായി. 70 പെരുമാട്ടി സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി. പിന്നീട് വിവിധ ഘട്ടങ്ങളിൽ സംഘടനാ കോൺഗ്രസ്, ജനതാ പാർട്ടി, ജനതാദൾ, സോഷ്യലിസ്റ്റ് ജനതാദൾ, ജനതാദൾ എസ് തുടങ്ങിയ കക്ഷികളുടെ ഭാഗമായി പ്രവർത്തിച്ചു. 1980 ചിറ്റൂരിൽ നിന്ന് കന്നി അംഗം കുറിച്ച് നിയമസഭയിലെത്തി. 82 ഇന്നത്തെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ 5000 വോട്ടുകൾക്ക് കൃഷ്ണൻകുട്ടി പരാജയപ്പെടുത്തി 2ാമതും സഭയിലെത്തി. 87 കോൺഗ്രസിലെ കെ ചന്ദ്രനോട് പരാജയപ്പെട്ടു. 91 തെരഞ്ഞെടുപ്പിൽ ചന്ദ്രനെ 3000 വോട്ടുകൾക്ക് തോൽപ്പിച്ച് സീറ്റ് തിരിച്ചുപിടിച്ചു. 96 മുതൽ 2006 വരെയുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ കെ അച്യുതനോട് പരാജയപ്പെട്ടു. 2016 അച്യുതനെ തോൽപ്പിച്ച് 4ാം തവണ നിയമസഭയിലെത്തി. 7825 വോട്ടായിരുന്നു അന്ന് ഭൂരിപക്ഷം. ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ജനറൽ എന്നീ പദവികളും വഹിച്ചു. നിലവിൽ ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റാണ്. എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നുവെങ്കിലും MP വീരേന്ദ്രകുമാർ LDF വിട്ടപ്പോൾ UDF-നൊപ്പമായി യാത്ര. പിന്നീട് UDF ബന്ധം പാതിവഴിയിൽ ഉപേക്ഷിച്ച കൃഷ്ണൻകുട്ടി വീണ്ടും LDF-ലെത്തി. കർഷകർക്കായി നടത്തിയ ജനകീയ സമരങ്ങളാണ് കെ കൃഷ്ണൻകുട്ടിയെ പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിൽ അനിഷേധ്യ നേതാവാക്കി തീർത്തത്. കാർഷികാനുകൂല്യങ്ങൾക്കും ജലത്തിനുമായി ചിറ്റൂരിൽ നടന്ന സമരങ്ങളെ ഒരു കുടക്കീഴിൽ ആക്കുന്നതിന് കൃഷ്ണൻകുട്ടി വഹിച്ച പങ്ക് നിസ്തുലമാണ്. നൂതന കൃഷിരീതികൾ കർഷകരിൽ എത്തിക്കുന്നതിലും ബദ്ധശ്രദ്ധാലുവാണ് മികച്ച കർഷകൻ കൂടിയായ കൃഷ്ണൻകുട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സന്നിധാനത്തെ പ്രതിഷേധങ്ങൾക്കെതിരെ ഹൈക്കോടതി. ധർണയും പ്രകടനവും വേണ്ട, പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസിന് നടപടിയെടുക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാമർശം? രേഷ്മ, ശബരിമലയിൽ പോലീസ് അതിക്രമം നടത്തുന്നു, നിയന്ത്രണങ്ങൾ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുള്ള ഒരു കൂട്ടം ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ ഹർജിക്കാരുടെയും സർക്കാരിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി ഇപ്പോൾ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ശബരിമലയിൽ തീർത്ഥാടനത്തിന്റെ മറവിൽ ധർണയും പ്രകടനവും പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ അതിൽ പോലീസിന് ഇടപെടാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. അത് അതിര് കടക്കരുത്, തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതേസമയം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനാജ്ഞയിൽ ഇടപെടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിരോധനാജ്ഞ തുടരാം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മണ്ഡലകാലത്ത് നിരീക്ഷണത്തിനായി ഒരു സമിതിയെ ഹൈക്കോടതി നിയോഗിച്ചു. റിട്ടയർഡ് ജസ്റ്റിസുമാരായ സിരിജകൻ, PR രാമൻ, അതുകൂടാതെ ഹേമചന്ദ്രൻ IPS എന്നിവരാണ് ഈ സമിതി അംഗങ്ങൾ. അവരുടെ നിരീക്ഷണം ഈ മണ്ഡലകാലത്ത് ഉണ്ടാകും എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. യുവതികളെ തടയാൻ, ശബരിമലയിൽ എത്തുന്ന യുവതികളെ തടയാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമമുണ്ടായാൽ അതിനും പോലീസിന് നടപടികളാവാം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.
അതേസമയം തന്നെ നാമജപം, ശരണമന്ത്രം എന്നിവ നിയന്ത്രിക്കാനാവില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം ഈ നടപ്പന്തൽ എന്ന് പറയുന്നത് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ളതാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സർക്കാരിന്റെ വാദം നടക്കുന്ന വേളയിൽ അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നടപ്പന്തൽ പ്രതിഷേധക്കാർ താവളമാക്കുന്നു എന്ന തരത്തിൽ അഡ്വക്കേറ്റ് ജനറൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതാണ് കോടതി ഇപ്പോൾ കണ്ട് ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. നടപ്പന്തൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ളതാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല അവിടെ നടപ്പന്തൽ സ്ത്രീകൾ, വികലാംഗർ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് വേണ്ടി അനുവദിക്കണം. അവിടെ എത്തുന്ന വിശ്രമിക്കുന്നവരെയും തീർത്ഥാടകരെയും വേർതിരിച്ചുകൊണ്ട് വേണം ഈ നടപ്പന്തലിൽ പ്രവേശിപ്പിക്കാൻ എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ KSRTC സർവീസ് മുടക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഭക്തർക്ക് തീർത്ഥാടന സൗകര്യങ്ങൾ ഒരു തരത്തിലും അത്തരത്തിലുള്ള തടയുന്ന നടപടികൾ ഉണ്ടാകരുത്. പമ്പയിലും മറ്റും ശൗചാലയങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവരും ശബരിമലയിലെ തീർത്ഥാടനവുമായി സഹകരിക്കണം എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ അക്കാര്യവും അഡ്വക്കേറ്റ് ജനറൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രതിഷേധങ്ങൾ മുൻപെല്ലാം മറ്റും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് അത്തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. RSS, BJP പ്രവർത്തകരാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ക്രിമിനലുകളെയാണ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്തത് എന്നെല്ലാം നേരത്തെ സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതാണ് കോടതി അത്തരത്തിൽ എല്ലാവരും സഹകരിക്കണം, ആരും നിയമം കയ്യിലെടുക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. ഈ ഉത്തരവിലും കോടതി അങ്ങനെ പറയുന്നു. എല്ലാവരും സഹകരിക്കണം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് അന്തിമ ഉത്തരവല്ല. ഈ ഹർജി വിശദമായ വാദം കോടതി കേട്ട് കഴിഞ്ഞു. ഇനി 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട് കോടതി. അതിനിടയിലുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർത്ഥാടനത്തിന്റെ മറവിൽ ശബരിമലയിൽ ധർണയും പ്രകടനവും പാടില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ അതിൽ പോലീസിന് ഇടപെടാം. നിരോധനാജ്ഞയിലും ഇടപെടില്ല. നിരോധനാജ്ഞ തുടരാം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉമേഷ്, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടിയുണ്ട്. 3-അംഗ നിരീക്ഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഇത് ആരൊക്കെയാണ് ഈ നിരീക്ഷണ സമിതിയിലുള്ളത്? മണ്ഡലകാലത്ത് നിരീക്ഷണത്തിനായി 3-അംഗ സമിതിയെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസുമാരായ, വിരമിച്ച ജഡ്ജിമാരായ, ഹൈക്കോടതി ജഡ്ജിമാരായ സിരിജഗൻ, PR രാമൻ, അവരെ കൂടാതെ ഹേമചന്ദ്രൻ IPS, നിലവിൽ സർവീസിലുള്ള ഹേമചന്ദ്രൻ IPS എന്നിങ്ങനെ 3 അംഗങ്ങളെയാണ്, 3 പേരെയാണ് നിരീക്ഷണത്തിനായി ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ നിയന്ത്രണങ്ങളിൽ കോടതി ഇപ്പോൾ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള നടപടികളിൽ കോടതി ഇടപെട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള നിരോധനാജ്ഞ തുടരാം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ തീർത്ഥാടനത്തിന്റെ മറവിൽ അവിടെ ഉണ്ടായ പ്രതിഷേധങ്ങളും മറ്റും അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. അത് കോടതി പരിഗണിച്ചിരിക്കുന്നു. അത്തരത്തിൽ തീർത്ഥാടനത്തിന്റെ മറവിൽ ധർണയും പ്രകടനവും പാടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അക്കാര്യത്തിൽ പോലീസിന് ഇടപെടാം. തിരക്ക് നിയന്ത്രിക്കുന്ന നടപടികൾ പോലീസിന് സ്വീകരിക്കാം. എന്നാൽ അതിര് കടക്കരുത് എന്ന് മാത്രമാണ് എന്നും ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം ഉമേഷ്, യുവതികളെ തടഞ്ഞാലും നടപടിയെടുക്കാമെന്ന് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും അതും കോടതിയുടെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്. കാരണം സുപ്രീം കോടതി ഉത്തരവാണത്. യുവതികൾക്ക് പ്രവേശനത്തിന് തടസ്സമില്ല എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയ കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ അത് നിയമമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യുവതികൾ ശബരിമലയിലേക്ക് വരികയാണെങ്കിൽ അത്തരത്തിൽ വന്നവരെ എല്ലാം തടയുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായത്. അത്തരത്തിൽ തടഞ്ഞാൽ അവർക്കെതിരെ നടപടികളാവാം എന്നും കോടതി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി മാനിച്ചുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ തന്നെ നടപ്പാക്കണം എന്ന തരത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ആ നിരീക്ഷണത്തെ നമ്മൾ കാണേണ്ടത്. അത്തരത്തിൽ യുവതികൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് സർക്കാർ തന്നെ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചതാണ്. യുവതികൾക്ക് സംരക്ഷണം കൊടുക്കും, എന്നാൽ നിർബന്ധിക്കില്ല എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ യുവതികൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ തടയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് നടപടിയാവാം. അക്കാര്യത്തിൽ പോലീസിന് ഇടപെടാം എന്ന് തന്നെ കോടതി ശ്രദ്ധേയമായ ഒരു നിരീക്ഷണവും നടത്തിയിട്ടുണ്ട്. ബൈപ്പാസ് നിർമ്മാണത്തിനായി കീഴാറ്റൂരിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അലൈൻമെന്റ് മാറ്റുമെന്ന BJP വാഗ്ദാനം പാഴ്വാക്കായി. BJP വഞ്ചിച്ചുവെന്നും ഇനിയൊരു BJP നേതാക്കളും കീഴാറ്റൂരിലേക്ക് വരേണ്ടതില്ലെന്നും വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂർ പറഞ്ഞു. ജനങ്ങളെ വഞ്ചിച്ച BJP മാപ്പ് പറയണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ ആവശ്യപ്പെട്ടു. നേരത്തെ നിശ്ചയിച്ച അതേ അലൈൻമെന്റ് പ്രകാരം കീഴാറ്റൂർ വഴി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനുള്ള 3G വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയത്.
കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ഏറ്റെടുത്ത സ്ഥലത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഭൂവുടമകൾ ജനുവരി 11 മുതൽ 22 വരെ രേഖകളുമായി സമീപിക്കണമെന്നാണ് നിർദ്ദേശം. അലൈൻമെന്റ് മാറ്റുമെന്ന BJP വാഗ്ദാനം ഇതോടെ പാഴ്വാക്കായി. വയൽക്കിളികളെ CPIM-നെതിരെ BJP ആയുധമാക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാവ് സുരേഷ് കീഴാറ്റൂർ പ്രതികരിച്ചു. BJP നേതാക്കൾ ഇനി കീഴാറ്റൂരിലേക്ക് വരേണ്ടതില്ലെന്നും വയൽക്കിളി നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾക്ക് 100% തള്ളിപ്പറയാൻ സാധിക്കും. BJP CPM-ന്റെ കേന്ദ്രത്തിൽ നടന്ന ഒരു സമരം CPM-നെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമായി മാത്രമാണ് അവർ വയൽക്കിളിയെ കണ്ടത്. മറിച്ച് ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷനിലൂടെ തെളിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇവിടെ കീഴാറ്റൂർ സന്ദർശിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാതെ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങളത് വ്യക്തമായി പറഞ്ഞു. കീഴാറ്റൂരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJP ശ്രമിച്ചതെന്നും ജനങ്ങളെ വഞ്ചിച്ചതിന് മാപ്പ് പറയണമെന്നും CPIM ആവശ്യപ്പെട്ടു. ദേശീയപാതയുടെ കീഴാറ്റൂർ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അന്തിമ വിജ്ഞാപനം 3G ആ വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചതിന് BJP നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറയണം. കീഴാറ്റൂരിൻ്റെ പേരിൽ CPM-നെതിരെ എന്തെല്ലാം പ്രചാരവേലകളാണ് ഇവർ നടത്തിയത് എന്ന കാര്യം നമ്മളൊന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ സമരത്തിൻ്റെ ഘട്ടത്തിലും പോയിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് വലതുപക്ഷ ശക്തികൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വഴി തെറ്റാതിരിക്കണം എന്ന് ഞങ്ങൾ അന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരോട് പറയുന്നത്, ഞങ്ങൾ അത്തരമൊരു സമീപനം വയൽക്കിളി നേതാവിനുണ്ടെങ്കിൽ ഈ സമരം അടിയന്തരമായി അവസാനിപ്പിച്ച് വയൽക്കിളികളെ തന്നെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. വയൽക്കിളി സമരക്കാർക്ക് CPIM-ലേക്ക് തിരിച്ചുവരാമെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. അതേസമയം ഉയരുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനാകാതെ സമ്മർദ്ദത്തിൽ ആയിരിക്കുകയാണ് BJP നേതൃത്വം. കീഴാറ്റൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിതിൻ ഗഡ്കരിജിയുമായിട്ട് ആശയ സംവാദം നടത്തുന്നത് ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡറാണ്. തെലങ്കാന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തെലങ്കാനയിലാണുള്ളത്. കീഴാറ്റൂരിന്റെ പേരിൽ BJP നടത്തിയ സമരങ്ങൾ പ്രഹസനമായിരുന്നു എന്നാണ് വ്യക്തമായത്. ജൂലൈ മാസത്തിൽ 3D വിജ്ഞാപനം വന്നതിന് പിന്നാലെ BJP ഇടപെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മരവിപ്പിച്ചു എന്ന പ്രഖ്യാപനവും നുണയായിരുന്നുവെന്ന് തെളിഞ്ഞു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ഭാഗികമായി സ്റ്റേ ചെയ്തു. നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാമെങ്കിലും വോട്ടടക്കമുള്ള ഒരു ആനുകൂല്യങ്ങളും KM ഷാജിക്ക് ലഭ്യമാവില്ല. ഉപാധികളില്ലാത്ത സ്റ്റേ അനുവദിക്കണമെന്ന ഷാജിയുടെ അഭിഭാഷകന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണം നടത്തി വോട്ട് പിടിച്ചുവെന്ന നികേഷ് കുമാറിന്റെ ഹർജിയിൽ നവംബർ 9-നാണ് അഴീക്കോട് MLA KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കിയത്. തുടർന്ന് സുപ്രീം കോടതി എത്തിയെങ്കിലും ഹൈക്കോടതി വിധിക്ക് ഭാഗികമായാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഷാജിക്ക് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാം, എന്നാൽ ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റരുത്. നിയമസഭയിൽ വോട്ടവകാശവുമില്ല. ഷാജി നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ജസ്റ്റിസ് AK സിക്രി, അശോക് ഭൂഷൺ, MR ഷാ എന്നിവരുടെ 3-അംഗ ബെഞ്ച് ഭാഗിക സ്റ്റേ നൽകിയിരിക്കുന്നത്. ഷാജിയുടെ അപ്പീലിൽ നികേഷ് കുമാർ ഉൾപ്പെടെ മുഴുവൻ എതിർകക്ഷികൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹർജി അന്തിമവാദത്തിനായി ജനുവരിയിൽ പരിഗണിക്കും. ഉപാധികളില്ലാത്ത സ്റ്റേ അനുവദിക്കണമെന്ന് ഷാജിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആനുകൂല്യങ്ങൾ അനുവദിക്കരുതെന്ന് നികേഷിന്റെ അഭിഭാഷകനും വാദിച്ചു. സ്റ്റേയേക്കാൾ സന്തോഷം കോടതി അപ്പീൽ പരിഗണിച്ചതിലാണ്. ലഘുലേഖയുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഷാജി ദില്ലിയിൽ പറഞ്ഞു. ആ നോട്ടീസ് ഞാനല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ആരാ അടിച്ചത്? അത് നാളെ സമൂഹം അറിയണമല്ലോ. വെറുതെ ഒരു കേസ് അങ്ങ് സുപ്രീം കോടതിയിൽ തള്ളിപ്പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ. നാട്ടിലെ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തനി തല്ലിപ്പൊളിയുള്ള നോട്ടീസ് ഇറക്കിയവൻ ആര്? ഞാനാണെങ്കിൽ എന്നെ അയോഗ്യനാകട്ടെ. സുപ്രീം കോടതിയുടെ വിധിയിൽ എനിക്ക് അതിരട്ട സന്തോഷമുണ്ട്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ കേസിലെ സ്റ്റേ അല്ല, ഈ കേസ് പരിഗണിച്ചു എന്നുള്ളതാണ്. കേസിൽ തന്റെ ഭാഗം കേട്ട ശേഷമേ തീരുമാനമെടുക്കാവൂ എന്നാവശ്യപ്പെട്ട് ഷാജിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MV നികേഷ് കുമാർ കവ്യറ്റ് ഹർജി നൽകിയിരുന്നു. മുതിർന്ന അഭിഭാഷകനായ V. ഗിരിയാണ് കേസിൽ നികേഷിന് വേണ്ടി ഹാജരായത്. തെരഞ്ഞെടുപ്പ് അസാധുവാക്കുന്ന കേസുകളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കോടതി നടപടികൾ മാത്രമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അധികാരമില്ലാത്ത MLA KM ഷാജിക്ക് ജനുവരി മാസം വരെ തുടരാം. സുപ്രീം കോടതിയിൽ നിന്നും ഹരീഷ് ചനങ്ങാട്ട്.
CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ RSS ജില്ലാ കാര്യവാഹ അടക്കം 2 പേർ അറസ്റ്റിൽ. വെള്ളയിൽ സ്വദേശി രൂപേഷ്, കല്ലാച്ചി സ്വദേശി ഷിജിൻ എന്നിവരെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ പിടികൂടിയതിൽ സന്തോഷമെന്നും RSSന്റെ ഉന്നതതല ഗൂഢാലോചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 സജീവ RSS പ്രവർത്തകരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി ജില്ലാ കാര്യവാഹക് വെള്ളയിൽ സ്വദേശി രൂപേഷ്, കല്ലാച്ചി സ്വദേശി ഷിജിൻ എന്നിവരെ അന്വേഷണ സംഘം വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തു. 2 പേരെയും ജില്ലാ സെക്രട്ടറി പി മോഹൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി തിരിച്ചറിഞ്ഞു. പ്രതികൾക്കെതിരെ വധശ്രമം, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യൽ, അന്യായമായി സംഘം ചേരൽ എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ, CCTV ദൃശ്യങ്ങൾ എന്നീ ശാസ്ത്രീയ തെളിവുകളും ഡിവൈഎസ്പി ബിജു കെ സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു. പ്രതികളെ പിടികൂടിയതിൽ സന്തോഷമെന്ന് പി മോഹനൻ പ്രതികരിച്ചു. RSSന്റെ ഉന്നതതല ഗൂഢാലോചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും മോഹൻ മാസ്റ്റർ പറഞ്ഞു. ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട്. യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു. പോലീസ് അക്കാര്യത്തിൽ നല്ല ജാഗ്രത കാണിച്ചിട്ടുണ്ട്. ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടാകുമെന്നുള്ളത് ഏതൊരു കുട്ടിക്കും എളുപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേസിൽ ഇനി 3 പേർ കൂടി പിടിയിലാകാനുണ്ട്. കല്ലാച്ചിയിൽ നിന്ന് ഷിജിനൊപ്പം എത്തിയ പുറമേരി സ്വദേശി നജീഷ് വിദേശത്താണെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 9-നായിരുന്നു സംഭവം. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ CH കണാരം സ്മാരക മന്ദിരത്തിന് നേരെ ബോംബെറിഞ്ഞ് പി മോഹൻ മാസ്റ്റർ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. പാർട്ടി പരിപാടി കഴിഞ്ഞ് രാത്രി 1 മണിയോടെ ഓഫീസിലെത്തിയ സമയത്തായിരുന്നു മോഹൻ മാസ്റ്റർക്ക് നേരെ ബോംബേറുണ്ടായത്. AK ലതീഷ്, കോഴിക്കോട്.